ജ്ഞാനം 16:12 എഴുതപ്പെട്ടിരിക്കുന്നു, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഡിവൈൻ ഹീലർ. ഡിവൈൻ ഹീലർ എന്ന പ്രോഗ്രാമിലേക്ക് ഷാലോം TV എല്ലാ പ്രേക്ഷകർക്കും ഹാർദവുമായി സ്വാഗതം നേരുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ വരെ നാം അസ്ഥിരോഗ സംബന്ധമായ രോഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. അസ്ഥി സംബന്ധമായ രോഗങ്ങളെയും അവകളുടെ ചികിത്സകളെയും പറ്റി വിവരിക്കുകയുണ്ടായി. ഈ എപ്പിസോഡ് മുതൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കുകയാണ്. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ ഹൃദയത്തിനേൽക്കുന്ന ആഘാതം മൃത്യുവിലേക്കുള്ള വഴി വെട്ടിച്ചുരുക്കുമെന്ന ആശയം, യാഥാർത്ഥ്യം വളരെ വർഷങ്ങൾക്ക് മുമ്പേ നമുക്കറിയാമായിരുന്നു. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അവയവം നമ്മുടെ ജീവനെ, പ്രാണനെ താങ്ങി നിർത്തി നമ്മുടെ ജീവൽപ്രധാനമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും കടിഞ്ഞാണിട്ട് അതിനുള്ള ഊർജം നൽകി അതിനാവശ്യമായ രക്തം പമ്പ് ചെയ്ത് നമ്മുടെ ശരീരത്തെ മരണത്തിന് കീഴ്പ്പെടാതെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ അവയവം, ഇതിനേൽക്കുന്ന നാനാവിധത്തിലുള്ള അസുഖങ്ങൾ, അതിനടിമപ്പെടുന്ന വ്യക്തികൾ, അവരനുഭവിക്കുന്ന ദുഃഖങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, എപ്രകാരം ഒരു ബിഷഗ്വരൻ ഇത്തരം രോഗികളെ ചികിത്സിക്കുന്നു, എപ്രകാരം ഒരു ബിഷഗ്വരൻ ചികിത്സയ്ക്ക് അതീതമായി ആ രോഗികൾക്ക് ആശ്വാസം പകരുന്നു. ഒരു ചികിത്സകൻ ദൈവത്തിൻ്റെ ഒരു ഉപകരണമായി സജീവമായി പ്രവർത്തിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഹൃദയാരോഗ്യം അല്ലെങ്കിൽ രോഗചികിത്സ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എപ്രകാരം ഒരു ഹൃദ്രോഗി മരണവുമായി മല്ലിടുന്ന ഒരവസ്ഥയിൽ തൻ്റെ കുടുംബാംഗങ്ങൾക്കും മറ്റ് ബന്ധുമിത്രാദികൾക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കി എപ്രകാരം ആ ഒരു വേദനയെ ജീവൻ മരണ പ്രശ്നമായി മാറുന്ന ഹൃദ്രോഗത്തെ അഭിമുഖീകരിക്കുവാനുള്ള ഒരു വ്യക്തിയുടെ പ്രയാസവും ആ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസവും അവിടെ ഡോക്ടർ ദൈവത്തിൻ്റെ ഒരു സജീവ ഉപകരണമായി പ്രവർത്തിക്കുന്ന അവസ്ഥയും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാം പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ചികിത്സകൻ ആരാണ്? യഥാർത്ഥ ചികിത്സകൻ ഒരു ബിഷഗ്വരനാണോ? വാസ്തവത്തിൽ പ്രഭാഷകൻ 38:6-7 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതപ്പെട്ടിട്ടുണ്ട്: അവൻ്റെ അത്ഭുത സിദ്ധികളിൽ മഹത്വപ്പെടേണ്ടതിന് ദൈവം അവന് സിദ്ധികൾ നൽകി, അത് മുഖേന മനുഷ്യൻ രോഗം സുഖപ്പെടുത്തുകയും രോഗിക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ചികിത്സകൻ അപരിമേയനായ ജഗദീശ്വരനാണ്. ആ ജഗദീശ്വരൻ്റെ ശക്തി ഒരു ബിഷഗ്വരനിലൂടെ ഒഴുകി അദ്ദേഹം ഒരു ഉപകരണമായി രോഗിയിൽ സജീവമായി തൻ്റെ പ്രവർത്തന മണ്ഡലം സജീവമാക്കുകയാണ് ഉണ്ടാകുന്നത്. ഞാൻ ഓർത്തു പോകുന്നത്, ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, 6-7 വർഷങ്ങൾക്ക് മുമ്പ് ലൂർദ് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ പെട്ടെന്ന് വന്ന ഒരു രോഗിയുടെ കഥയാണ്, കാര്യമാണ്, യഥാർത്ഥ സംഭവമാണ്. ആ രോഗി അങ്ങേയറ്റം പ്രയാസകരമായ, ശ്വാസം വിടാൻ ദുസ്സഹമായ ശ്വാസം മുട്ടലോടെ മരണവുമായി മല്ലിട്ടുകൊണ്ട് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിക്കപ്പെട്ടു. ഉടനടി എന്നെ വിളിക്കുകയും ഞാൻ ഒട്ടും താമസിയാതെ കാഷ്വാലിറ്റിയിൽ എത്തുകയും ചെയ്തു. കാരണം ഹൃദ്രോഗത്തിൻ്റെ കാര്യത്തിൽ മറ്റേത് രോഗാവസ്ഥകളെയും ഉപരിയായിട്ട് ഏറ്റവും പെട്ടെന്ന് ചികിത്സ നടത്തിയാൽ ഒരുപക്ഷെ രോഗിയുടെ ജീവൻ നമുക്ക് അത്ഭുതകരമായി രക്ഷപ്പെടുത്തുവാൻ സാധിക്കും. അതായത് രോഗിക്ക് അസുഖമുണ്ടായിക്കഴിഞ്ഞാൽ ആദ്യ മിനിറ്റുകൾ, ആദ്യ നിമിഷങ്ങൾ, ആദ്യ മണിക്കൂറുകൾ ആ രോഗിയുടെ ജീവൻ രക്ഷിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് ഒരു ഹൃദ്രോഗ വിദഗ്ധനറിയാം. ഞാൻ തീവ്ര ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ എത്തിയപ്പോൾ മരണവുമായി മല്ലിടുന്ന ഒരു മധ്യവയസ്കനെയാണ് കണ്ടത്. ഏകദേശം 40-45 വയസ്സ് വരും. അതീവ കലശലായ ശ്വാസം മുട്ടലാണ്.
നഴ്സുമാർ ECG എടുത്തുകൊണ്ടിരിക്കുന്നു. മറ്റ് എല്ലാ തരത്തിലുള്ള പരിശോധനകളും നഴ്സുമാർ നടത്തുന്നു. BP എടുക്കുന്നു, പ്രഷർ എത്രയുണ്ടെന്ന് അറിയുന്നു, ECG എടുക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഉടനെ തന്നെ മനസ്സിലായി, തീർച്ചയായിട്ടും ഉടനടി ചികിത്സ ആരംഭിച്ചില്ലെങ്കിൽ ഈ രോഗി മരണപ്പെടുക തന്നെ ചെയ്യും. പരിശോധനയ്ക്ക് ശേഷം ECGയും വായിച്ച ശേഷം മനസ്സിലായത് ഈ രോഗിക്ക് കരച്ചിലായ ശ്വാസം മുട്ടലുണ്ടാകുന്ന പൾമിനറി എഡേമ എന്ന രോഗമുണ്ടെന്നാണ്. പൾമിനറി എഡേമ എന്നത് നമ്മുടെ ശ്വാസകോശങ്ങളിൽ ജലം കെട്ടിക്കിടന്ന്, രക്തം കെട്ടിക്കിടന്ന് രോഗിക്ക് സമുചിതമായി ശ്വാസം ചെയ്യുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമായ പ്രധാനമായ പ്രാണവായു ശ്വസിച്ചെടുത്ത് ദുഷിച്ച രക്തവുമായിട്ട് അലിഞ്ഞു ചേർക്കുവാനുള്ള ഒരു സാഹചര്യം നമുക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടാകുന്നത്. ശ്വാസകോശത്തിൽ രക്തം നാനാവിധ കാരണങ്ങളാൽ തളം കെട്ടി ശ്വാസം ലഭിക്കാതെ രോഗി മൃതപ്രായമാകുന്ന ഒരവസ്ഥാവിശേഷമാണ് അപ്പോൾ എനിക്ക് എൻ്റെ കൺമുമ്പിൽ കാണുവാൻ സാധിച്ചത്. ആദ്യത്തെ എല്ലാ പരിചരണങ്ങളും ജീവൽ പ്രധാനമായ എല്ലാ എമർജൻസി മരുന്നുകളും ആ രോഗിക്ക് കുത്തിവയ്പ്പിലൂടെ നൽകി ആശ്വാസം തുടങ്ങി. രോഗിയുടെ ശ്വാസം മുട്ടലിൽ നിന്നും രോഗി സാവകാശത്തിൽ ആശ്വാസം കണ്ടെത്തി തുടങ്ങി. ശ്വാസത്തിൻ്റെ ആ ഗതി വേഗതയിൽ നിന്നും കുറഞ്ഞ് രോഗി സംസാരിക്കുവാൻ തുടങ്ങി, എല്ലാവരെയും നോക്കുവാൻ തുടങ്ങി, അടുത്തുള്ള വ്യക്തികളെ നോക്കുവാൻ തുടങ്ങി. ഞങ്ങൾ ഏകദേശം ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് രോഗിയെ മാറ്റി. അവിടെ വെച്ച് എക്സ്റേ എടുത്തു. എക്സ്റേയിൽ കണ്ട ചിത്രം അങ്ങേയറ്റം ഭയാനകമായിരുന്നു. എക്സ്റേയിൽ ശ്വാസകോശങ്ങളിൽ രക്തം അങ്ങേയറ്റം തളം കെട്ടി നിൽക്കുന്നതിൻ്റെ ചിത്രമാണ്. മിനിറ്റുകൾ വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ രോഗിയെ നഷ്ടപ്പെടുമായിരുന്നു. പ്രാഥമികമായ എല്ലാ ചികിത്സകളും നൽകി രോഗി ഏതാണ്ട് സാധാരണ സ്ഥിതിയിലെത്തിയപ്പോൾ ആ രോഗിക്ക് എന്താണ് കാതലായ ആ രോഗകാരണം എന്നറിയുവാനായി ഒരു എക്കോ കാർഡിയോഗ്രാം പരിശോധന നടത്തുകയുണ്ടായി. എക്കോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് പരിശോധനയാണ്. ഈ പരിശോധനയിലൂടെ ഹൃദയഭിത്തികളുടെ ചലന പ്രവർത്തനങ്ങളെപ്പറ്റിയും ചലനമാന്ദ്യത്തെപ്പറ്റിയും എപ്രകാരം ഹൃദയ അറകൾ സ്പന്ദിക്കുന്നു എന്നതിനെപ്പറ്റിയും ഏതാണ്ട് കൃത്യമായ വിവരം വിശഗ്വരന് ലഭിക്കുന്നു. അതിലൂടെ രോഗകാരണം എന്തെന്ന് കണ്ടുപിടിച്ച് വാൽവുകൾക്കുണ്ടാകുന്ന ഹൃദയത്തിൻ്റെ വിവിധ അറകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വാൽവുകൾക്ക് ഉണ്ടാകുന്ന അപചയമാണോ, ഹൃദയപേശികൾ ആവശ്യത്തിന് സങ്കോചിക്കാതിരിക്കുന്ന അവസ്ഥയാണോ, ഇതെല്ലാം ഏതെന്ന് വിവേചിച്ചറിഞ്ഞ് പിന്നീടുള്ള ചികിത്സ സമുചിതമായി സംവിധാനം ചെയ്യുന്നതിനുള്ള ഒരു വളരെ അത്ഭുതകരമായ ഒരു പരിശോധനോപാധിയാണ് എക്കോ കാർഡിയോഗ്രാം. എക്കോ കാർഡിയോഗ്രാമും ഡോപ്ലർ പരിശോധനയും ചെയ്തപ്പോഴാണ് രോഗിയെ ബാധിച്ചിരിക്കുന്ന രോഗം എന്തെന്ന്, ആ ഹൃദ്രോഗം എത്ര കഠിനമായ ഹൃദ്രോഗം എന്തെന്ന് മനസ്സിലാക്കിയത്. ഹൃദയ അറകൾ പല കാരണങ്ങളാലും വീർത്തു വികസിച്ച് സങ്കോചനശേഷി ക്ഷയിച്ച് രോഗിക്ക് ജീവപ്രധാനമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് രോഗിയെ തള്ളിവിടുന്ന അങ്ങേയറ്റം ആപത്കരമായ ഒരു രോഗാവസ്ഥയാണ് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി. പല അജ്ഞാത കാരണങ്ങളാൽ ഹാർട്ട് അറ്റാക്കിന് ശേഷം ഹൃദയപേശികൾ, ഹൃദയഭിത്തികൾ ചലന മാന്ദ്യം കൊണ്ട് സങ്കോചനക്ഷമത നശിക്കുന്ന അവസരങ്ങളിൽ പല മരുന്നുകളുടെ ഉപയോഗത്താൽ മദ്യപാനികളിൽ, പ്രമേഹ രോഗികളിലൊക്കെ ഈ ഹൃദയത്തിൻ്റെ സങ്കോചനക്ഷമതയ്ക്ക് സമൂലമായി ഉണ്ടാകുന്ന ക്ഷയം മൂലം ഹൃദയകോശങ്ങൾ പ്രവർത്തന നിരതമാകാതെ, ഹൃദയപേശികൾ, ഹൃദയ അറകൾ സങ്കോചിക്കാതെ ഒരാൾ പ്രവർത്തന നിരതമാകുമ്പോൾ ആവശ്യത്തിന് രക്തം കിട്ടാതെ മറ്റ് പ്രയാസങ്ങളിലേക്ക് തള്ളി നീക്കുന്ന അത്യാപത്കരമായ ഒരു രോഗാവസ്ഥയാണ് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി.
നാം ഓർക്കണം, നമ്മളുടെ ഈ കരങ്ങൾ ചലിക്കുമ്പോൾ ആ ചലനത്തിന് ആവശ്യമായ ഊർജം നമ്മളുടെ കരങ്ങളുടെ അഗ്രങ്ങളിൽ എത്തിച്ചേരുന്നത് ഹൃദയത്തിൻ്റെ പമ്പിങ് പ്രവർത്തനത്താലാണെന്ന്. ഒരു ദിവസം ഏതാണ്ട് 1,00,000 പ്രാവശ്യം മിടിച്ചുകൊണ്ട് ഹൃദയം നമ്മുടെ ജീവസന്ധാരണത്തിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി നടത്തുകയാണ്. ആ ഹൃദയം ഏതാണ്ട് 1-2 നിമിഷങ്ങൾ ഒന്ന് വിശ്രമിക്കാമെന്ന് വെച്ചാൽ, 3-4 സെക്കൻഡുകൾ ഒന്ന് വിശ്രമിക്കാമെന്ന് വെച്ചാൽ നമ്മുടെ മരണമാകാം അനന്തരഫലം. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമെന്ന് ഹൃദയത്തെ വിളിക്കുന്നത്. മറ്റേത് അവയവങ്ങളെക്കാളും നമ്മളുടെ ഊണിലും ഉറക്കത്തിലും മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഇടവേളകളില്ലാതെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഹൃദയം. ഏതാണ്ട് 1,00,000 പ്രാവശ്യം ഒരു ദിവസം മിടിച്ചുകൊണ്ടാണ് നമ്മളുടെ പ്രാണനെ താങ്ങി നിർത്തുന്നത്. ആ ഹൃദയത്തിൻ്റെ സങ്കോചന ക്ഷമതയ്ക്കേൽക്കുന്ന ആഘാതം തീർച്ചയായിട്ടും ആ രോഗിക്ക് അതീവ ഗുരുതരമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മൃത്യുവിലേക്കുള്ള വഴി വെട്ടിച്ചുരുക്കുമെന്ന യാഥാർത്ഥ്യം ബിഷപ്പുമാർക്ക് തീർച്ചയായിട്ടും അറിയാവുന്നൊരു വസ്തുത തന്നെയാണ്. രോഗിക്ക് ആശ്വാസം കിട്ടി ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കുത്തിവയ്ക്കുന്ന മരുന്നുകളും മറ്റ് ഗുളികകളുമൊക്കെ നൽകിയ ശേഷം രോഗിക്ക് ആശ്വാസം കണ്ടു. രോഗിയെ വാർഡിലേക്ക് മാറ്റി. അതിനുശേഷം ഞാൻ ആ കുടുംബാംഗങ്ങളെ തിരക്കി. അദ്ദേഹത്തിനൊരു ഭാര്യയും 2 പെൺകുട്ടികളുമുണ്ട്. കല്യാണപ്രായം തികഞ്ഞ 2 പെൺകുട്ടികൾ. അവരെ എൻ്റെ മുറിയിലേക്ക് വിളിച്ചിട്ട് ഞാൻ ആ രോഗിയുടെ കാര്യങ്ങൾ അവരോട് വ്യക്തമായി പറഞ്ഞു. വാസ്തവത്തിൽ ഒരു ബിഷഗുരൻ ഒരു രോഗിയുടെ കാര്യങ്ങളെപ്പറ്റി, വിവരണത്തെപ്പറ്റി ബന്ധുമിത്രാദികളുമായിട്ട് തീർച്ചയായിട്ടും കൃത്യമായി ചർച്ച ചെയ്ത് രോഗത്തിൻ്റെ ഗതികയെപ്പറ്റിയും അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും ബന്ധുക്കളുമായി ചർച്ച ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മക്കളോടും അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്ന രോഗമെന്തെന്ന് പറഞ്ഞപ്പോൾ പൊട്ടിക്കരയാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ. ഹൃദയത്തിൻ്റെ സങ്കോചനക്ഷമത നാൾക്കുനാൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന ആ രോഗം മൂർച്ഛിക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണമാവാം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൻ്റെ ചികിത്സാവിധികളെപ്പറ്റി ഞാൻ അവരോട് പറഞ്ഞു. കുത്തിവയ്പ്പുകൾക്കും ഗുളികകൾക്കും ഒക്കെ പരിമിതമായ ഫലം മാത്രമേ ഉള്ളൂ. അജ്ഞാത കാരണങ്ങളാൽ മറ്റ് ഹാർട്ട് അറ്റാക്കിൻ്റെ അനന്തരഫലമായൊക്കെ ഉണ്ടാകുന്ന ഹൃദയം വികസിക്കുന്ന ഈ അവസ്ഥയിൽ ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നതിന് അനുയോജ്യമായ മരുന്നുകൾ വൈദ്യശാസ്ത്രത്തിൽ തികച്ചും വിരളമാണെന്ന് ഓർക്കണം. ഞാനീ പറയുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം അജ്ഞാത കാരണങ്ങളാൽ ഉണ്ടായ കാർഡിയോമയോപ്പതി ഹൃദയപേശി രോഗമാണ്. ഈ രോഗത്തിൻ്റെ രോഗഗതി അതീവ ദുഷ്കരമാണ് താനും. ഞാൻ അവരോട് പറഞ്ഞു, എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചില്ലെങ്കിൽ ഈ രോഗിയുടെ ഭാവി കാര്യങ്ങളെപ്പറ്റി അങ്ങേയറ്റം പ്രയാസകരമായി മാത്രമേ നിങ്ങളോട് സംസാരിക്കുവാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. രോഗിയോട് ഇതേപ്പറ്റി ചില സൂചനകൾ നൽകി, എങ്കിലും ഇത്ര കൃത്യമായി രോഗിയോട് പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് ഈ ഉണ്ടായിരിക്കുന്ന അസുഖങ്ങളും പ്രയാസങ്ങളെക്കാൾ ഉപരിയായിട്ട് മാനസികമായ ഒരു പ്രയാസം കൂടി ഉണ്ടാക്കേണ്ടെന്ന് വെച്ചു. അദ്ദേഹത്തിൻ്റെ രോഗം ഏറെക്കുറെ പിടിയിലൊതുക്കുവാൻ സാധിച്ചു. ശ്വാസം മുട്ടൽ ഏതാണ്ട് കുറഞ്ഞു. വാർഡിൽ നടക്കുവാൻ തുടങ്ങി. ഭക്ഷണമെല്ലാം കഴിച്ചു തുടങ്ങി. ചെറുതായിട്ട് ആയാസപ്പെടുവാൻ തുടങ്ങി. അദ്ദേഹത്തെ ഏതാണ്ട് ഡിസ്ചാർജ് ചെയ്യേണ്ട സമയം ആയിക്കഴിഞ്ഞു. ഞാൻ ഭാര്യയെയും മക്കളെയും എൻ്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി പറഞ്ഞു, നിങ്ങളുടെ അപ്പച്ചന്, ഭർത്താവിന് ഉണ്ടായിട്ടുള്ള അസുഖം അതീവ ഗുരുതരമാണ്. ഇതിൻ്റെ കാരണങ്ങൾ വൈദ്യശാസ്ത്രത്തിന് തന്നെ കൃത്യമായിട്ട് അറിയാൻ പാടില്ലാത്ത ഒന്നാണ്. അജ്ഞാത കാരണങ്ങളാൽ ഉണ്ടാകുന്ന ഹൃദയപേശി രോഗം. ഇത് മദ്യപാനം ഉണ്ടാകുന്ന അസുഖമാണെങ്കിൽ അത് മദ്യപാനം നിർത്തി നമുക്ക് ചികിത്സിക്കുവാൻ പറ്റും. പ്രമേഹ രോഗം മൂലമുണ്ടാകുന്ന ഹൃദയപേശി രോഗത്തിന് പ്രമേഹം കൃത്യമായി പിടിയിലൊതുക്കി അതിനെ ചികിത്സിക്കുവാൻ സാധിക്കും.
ഹാർട്ട് അറ്റാക്ക് സംബന്ധമായിട്ടുള്ള ഹൃദയപേശി രോഗമാണെങ്കിൽ മറ്റ് ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് ഓപ്പറേഷനൊക്കെ ചെയ്തുകൊണ്ട് ഹൃദയപേശികളിലേക്കുള്ള രക്തസഞ്ചാരം സുഗമമാക്കി സജീവമാക്കി ഹൃദയപേശികളുടെ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പക്ഷേ അജ്ഞാത കാരണങ്ങളാൽ ഉണ്ടാകുന്ന ഹൃദയപേശി രോഗത്തിന് വാസ്തവത്തിൽ ചികിത്സ പരിമിതമാണെന്നുള്ള വസ്തുത ഞാൻ അവരോട് പറഞ്ഞു. തീർച്ചയായിട്ടും ആ ഒരു മനുഷ്യൻ്റെ അധ്വാന ഫലമായി ജീവിക്കുന്ന ഒരു കുടുംബം, സാമ്പത്തികമായി താഴേക്കിടയിലുള്ള ഒരു കുടുംബം, ഈ സാഹചര്യത്തിൽ ഞാൻ എന്തു പറയണം എന്ന് ഞാൻ അങ്ങേയറ്റം പ്രയാസത്തോടെ വിചാരിച്ചു. ഏത് മരുന്നുകൾ കൊണ്ട് പരിമിതമായ പ്രയോജനം മാത്രം ലഭിക്കുന്ന ഒരു രോഗാവസ്ഥയുമായി ഈ രോഗിയെ ഞാൻ വീട്ടിലേക്ക് വിടുകയാണ്. അദ്ദേഹത്തെ മാത്രം അഭയം പ്രാപിച്ചുകൊണ്ട് അദ്ദേഹത്തെ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കുന്ന 3 സ്ത്രീകളും. ഒന്ന് മാത്രം ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിട്ടപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിനെ സഹായിക്കുവാനായിട്ട് അദ്ദേഹത്തിന് ആശ്വാസം കൊടുക്കുവാൻ മരുന്നുകൾക്ക് പരിമിതമായ പ്രയോജനമേ ഉള്ളൂ. ഉള്ളുരുകി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് എനിക്കുറപ്പുണ്ട്. ഈ ഒരു ഏതാനും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ രോഗിയെ വീട്ടിലേക്ക് വിട്ടു. തലകുനിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ നിന്നും അങ്ങേയറ്റം സങ്കടത്തോടെ രോഗിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും വീട്ടിലേക്ക് പോയി. ഏതാനും 6-7 മാസങ്ങളോളം കൃത്യമായി എല്ലാ മാസവും എൻ്റെ മുറിയിൽ ചെക്കപ്പിന് വന്നിരുന്നു. അപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തെ പരിശോധിച്ചു കൊണ്ടിരുന്നു. ഹൃദയത്തിൻ്റെ സങ്കോചനക്ഷമത വഷളായിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം മരണത്തോടെ ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അദ്ദേഹത്തെ ഞാൻ കാണാതായത് എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പരിശോധനയ്ക്ക് വരാതായി. ഏതാണ്ട് 1 വർഷത്തോളം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, അദ്ദേഹം തീർച്ചയായിട്ടും മരിച്ചു കാണും. അതിൻ്റെ സങ്കടത്താൽ ഭാര്യയും മക്കളും ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കവെയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാവിലെ ഞാൻ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അദ്ദേഹവും ഭാര്യയും 2 മക്കളും അങ്ങേയറ്റം സന്തോഷവാന്മാരായി എൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് കാണുവാൻ പറ്റിയത്. ഞാൻ അവരെ ഉടനെ എൻ്റെ മുറിയിൽ വിളിച്ചു കയറ്റി ഇരുത്തി വിവരങ്ങൾ ചോദിച്ചു. ഞങ്ങൾ പ്രാർത്ഥനയിലായിരുന്നുവെന്നും പ്രത്യേക നിയോഗം വെച്ചുകൊണ്ട് ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയായിരുന്നുവെന്നും ആ ഭാര്യയും മക്കളും എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രോഗത്തിന് വളരെയധികം ആശ്വാസം കിട്ടിയിട്ടുണ്ടെന്നും ഇപ്പോൾ ഒരു തരത്തിലും മെയ്യനങ്ങുക പോലും ചെയ്യാതെ ജീവിക്കണമെന്ന് ഞാൻ നിഷ്കർഷിച്ച എന്നോടവർ അദ്ദേഹം ഇപ്പോൾ ചെറിയ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നുണ്ടെന്നും പണം സമ്പാദിക്കുന്നുണ്ടെന്നും ആ കുടുംബം വലിയ അല്ലലില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടെന്നും പറഞ്ഞു. എനിക്ക് വാസ്തവത്തിൽ വിശ്വസിക്കുവാൻ പോലും സാധിച്ചില്ല. ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഡോക്ടറെ, എത്രയാണേലും ഞങ്ങൾക്കിതൊന്ന് തീർച്ചപ്പെടുത്തണം. ഞങ്ങൾക്കുണ്ടായ ഈ അത്ഭുത രോഗശാന്തി, ഞങ്ങളുടെ പ്രാർത്ഥന മൂലം ഞങ്ങൾക്ക് ലഭിച്ച ഈ അത്ഭുത രോഗശാന്തിയുടെ അത് എത്രമാത്രം യാഥാർത്ഥ്യമാണെന്ന് സത്യമാണെന്ന് ഞങ്ങൾക്ക് വിലയിരുത്തുവാനായി ഡോക്ടർ ഒന്നുകൂടി എക്കോ കാർഡിയോഗ്രാം പരിശോധന നടത്തി ഞങ്ങളോട് പറയണം. ഉടനടി ഞാൻ മറ്റു ജോലികൾ മാറ്റിവെച്ചിട്ട് ഈ രോഗിയെ എക്കോ കാർഡിയോഗ്രാമി റൂമിലേക്ക്, ആ മുറിയിലേക്ക് കൊണ്ടുപോവുകയും പരിശോധിക്കുകയും ചെയ്തു. എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. ഞാൻ മാസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, ഏതാനും നാളുകൾക്കകം മൃത്യുവുമായി മല്ലടിക്കേണ്ടി വരും എന്ന് ഭാര്യയോടും മക്കളോടും പറഞ്ഞ എൻ്റെ കണ്ണുകളെ എനിക്ക് യാതൊരു തരത്തിലും വിശ്വസിക്കുവാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയപേശികൾ സമൂലമായി ഊർജ്ജസ്വലമായി സങ്കോചിക്കുന്നു, സ്പന്ദിക്കുന്നു, മിടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവസന്ധാരണത്തിന് അനിവാര്യമായ രക്തം പകർന്നു കൊടുക്കുവാൻ തക്ക വിധം ഹൃദയ അറകൾക്ക് ജീവൻ ലഭിച്ചിരിക്കുന്നു. അത്ഭുതകരമായ ഒരു ഘടനാ പരിവർത്തനം ഞാൻ എൻ്റെ കൺമുമ്പിൽ കാണുകയുണ്ടായി. എനിക്ക് അങ്ങേയറ്റം സന്തോഷം ഉണ്ടായി. കാരണം
ഞാൻ പലപ്പോഴും പലരോടും ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യത്തെപ്പറ്റിയും ദൈവം എപ്രകാരം മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നതിനെപ്പറ്റിയുമൊക്കെ പറയാറുണ്ടെങ്കിലും എൻ്റെ കൺമുമ്പിൽ വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ പരിശോധനയിലൂടെ ഇത് മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ടായി. ഞാൻ അവരോട് പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ മുട്ടിപ്പായ പ്രാർത്ഥന, നിയോഗം വെച്ചുകൊണ്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും നിങ്ങളെ രക്ഷിച്ചു. തമ്പുരാൻ നിങ്ങളോട് കരുണ കാട്ടി നിങ്ങളുടെ ഭർത്താവിൻ്റെ ഹൃദ്രോഗം നല്ലൊരു പരിധിവരെ കുറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ജ്ഞാനം 16:12-13 എഴുതപ്പെട്ടിട്ടുണ്ട്, കർത്താവേ, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങയ്ക്ക് അധികാരമുണ്ട്. പലപ്പോഴും ഡോക്ടർമാർക്ക് പോലും തങ്ങളുടെ പ്രവൃത്തിയിൽ അങ്ങേയറ്റം അഹങ്കരിച്ച് ഒരു രോഗി സൗഖ്യം പ്രാപിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അത് തൻ്റെ മാത്രം കഴിവുകൊണ്ടാണെന്ന് കരുതി വച്ചിരിക്കുന്ന എത്രമാത്രം വിഷഗ്വരന്മാരുണ്ട്. രോഗി ജീവൽ മരണ രോഗങ്ങളുമായി, തീരാരോഗങ്ങളുമായി, മഹാമാരികളുമായി ആശുപത്രിയിലെത്തി ചികിത്സകൾ നൽകി ആ രോഗി വീട്ടിലേക്ക് സുഖം പ്രാപിച്ചു പോകുമ്പോൾ അത് താൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ആർജിച്ചെടുത്ത വിജ്ഞാനത്തിൻ്റെ ഒരു പ്രവർത്തനം മാത്രമാണെന്ന് ധരിച്ചു വച്ചിരിക്കുന്ന എത്ര ഡോക്ടർമാരുണ്ട്. പക്ഷേ വാസ്തവത്തിൽ വിഷഗ്വരൻ ദൈവത്തിൻ്റെ പദ്ധതികൾ ഭൂമിയിൽ നടത്തുവാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങൾ മാത്രമാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുള്ള എത്ര ഡോക്ടർമാരുണ്ട് നമ്മുടെ ഇടയിൽ. പണത്തിനും മറ്റ് സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി വൈദ്യ ചികിത്സയെ തന്നെ പല അങ്ങേയറ്റം മോശപ്പെട്ട രീതിയിൽ പോലും വളച്ചൊടിച്ചു കൊണ്ടുപോകുന്ന ഇപ്പോഴത്തെ സമൂഹത്തിൽ ഈ വക കാര്യങ്ങളെപ്പറ്റി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാനീ പറഞ്ഞ രോഗിയുടെ കാര്യത്തിൽ സംഭവിച്ചത് തീർച്ചയായിട്ടും സാധാരണ ഞാൻ കൊടുക്കുന്ന ഗുളികകൾക്കോ മരുന്നുകൾക്കോ അതീതമായിട്ട് ദൈവത്തിൻ്റെ സജീവമായ ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായി. എൻ്റെ പരിമിതമായ അറിവ് എവിടെ അവസാനിച്ചു, അതിനതീതമായിട്ട് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം ആ രോഗിയിലുണ്ടായി. ആ രോഗി സൗഖ്യം പ്രാപിച്ചു. ഒരുപക്ഷെ എൻ്റെ ഈ അനുഭവം മറ്റ് ഹൃദ്രോഗ വിദഗ്ധർക്കോ മറ്റ് ഡോക്ടർമാർക്കോ പരിഹാസ്യമായി തോന്നിയേക്കാം. പലർക്കും ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ വൈദ്യ പരിജ്ഞാനം കൊണ്ട് മാത്രമേ ഒരു വ്യക്തിയെ നിരാലംബമാക്കുന്ന ദുസ്സഹമായ പീഡകളിൽ നിന്ന് രക്ഷിക്കുവാൻ സാധിക്കൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വളരെയധികം ഡോക്ടർമാരുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത്. അവർക്കൊക്കെ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന വിജ്ഞാനത്തിൻ്റെ ഒരു പ്രകടനം മാത്രമാണ് ചികിത്സ. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ സജീവമായ ഒരു പ്രവർത്തനം ഏത് രംഗത്തും, പ്രത്യേകിച്ച് ചികിത്സാ രംഗത്തും ഉണ്ടാകുന്നുണ്ട് എന്ന തിരിച്ചറിവ് ഒരു വൈദ്യനുണ്ടാകണമെങ്കിൽ, ഒരു ബിഷഗ്വരനുണ്ടാവണമെങ്കിൽ ആ ബിഷഗ്വരൻ്റെ ഉള്ളിൽ ദൈവം വസിക്കണം. ദൈവത്തെപ്പറ്റിയുള്ള ആ ധാരണ, ആ ശക്തമായ ആ ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ അത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റേതായ രീതിയിൽ നമ്മുടെ മുമ്പിൽ നമുക്ക് ഫലം തരും എന്ന് വിശ്വസിക്കുവാനുള്ള ഒരു ബൗദ്ധിക ഔന്നത്യം നമുക്കുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് ദൈവം തന്നുകൊണ്ടിരിക്കും. നമ്മളുടെ വിശ്വാസം നമ്മളെ തീർച്ചയായിട്ടും പൊറിപ്പിക്കും. രോഗങ്ങളുണ്ടാകുമ്പോൾ അതേപ്പറ്റി ഓർത്ത് കഷ്ടപ്പെട്ട് ശപിച്ച്, മറ്റുള്ളവരെ ശപിച്ച്, ഡോക്ടറെ ശപിച്ച്, ആശുപത്രിയെ ശപിച്ച്, തന്നെ ശപിച്ച് ജീവിക്കുന്നതിന് പകരം ആ രോഗം ഉണ്ടായതിൻ്റെ കാരണങ്ങളെപ്പറ്റിയും അതിൽ നിന്ന് മുക്തി നേടുവാനുള്ള ക്രിയാത്മകമായ കാര്യങ്ങളെപ്പറ്റിയും ചിന്തിച്ച് ഒരു ദൈവവിശ്വാസത്തോടെ, യഥാർത്ഥമായ ഒരു ദൈവവിശ്വാസിയായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഫലങ്ങൾ തരും എന്ന്
ദൃഢമായി വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഈ അനുഭവത്തിലൂടെ ഇത് ഏറെക്കുറെ വ്യക്തമായി